എന്റെ പുന്നാരം മോനെ നീ തള്ളിയിടല്ലേ കേട്ടാ. മകനെ പാതി മകനെ. എടാ ചക്കരെ മോനെ വാടാ, നിനക്ക് ക്ലാസ്സിൽ പോവാൻ ടൈമായില്ലേ? നിനക്കിത് എത്ര വെളുപ്പിച്ചാലും മതി വരില്ലേ മോനെ? അത് പിന്നമ്മേ എന്റെ പൊന്നുമോൻ യാത്ര ചെയ്യേണ്ട വണ്ടിയല്ലേ, അതിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി സുന്ദരനാക്കി വിടണം, എങ്കിലല്ലേ നാലാൾ കാണുമ്പോ ശ്രദ്ധിക്കുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരെ ഇതിന്റെ മേപ്പത്ത് കയറി ഇരുന്നുണ്ടല്ലോ, പിന്നെ അവർക്ക് കണ്ണും മൂക്കില്ല. ചേര പൊളഞ്ഞു പോണ പോലെ പൊളഞ്ഞു പോകുള്ളൂ. ആൾക്കാരെന്നാ ഒന്നുമില്ല, റോട്ടിൽ കൂടെ പോണ കണ്ടാ നമുക്ക് പേടിയാകും. പക്ഷെ എന്റെ മോൻ അങ്ങനെയൊന്നും പോകൂലമ്മേ, അവനെ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കുള്ളൂ. അവൻ മര്യാദക്കാരനാ. പിന്നെ അവന്റെ ഗ്രഹനില രാജാവിന്റെയാ, അതുകൊണ്ടാ ഞാൻ അവന് വിക്രമാദിത്യൻ എന്ന് പേരിട്ടത്. അറിഞ്ഞിട്ട പേരാ. പക്ഷെ മോനെ, അവനിപ്പോ പരീക്ഷക്കൊക്കെ മാർക്ക് കുറവാണെന്നാണല്ലോ കേക്കണേ. എന്റെ പൊന്നമ്മേ, അമ്മ ഇപ്പോഴത്തെ അവന്റെ പഠിത്തമൊന്നും നോക്കണ്ട. അവനെ ഒറ്റ തവണ വായിച്ചാൽ മതി, അപ്പൊ തന്നെ അവന്റെ തലയിൽ കയറും. ഞാൻ കളക്ടറിന്റെ ബുക്കൊക്കെ മേടിച്ചു കൊടുത്തത് അമ്മ കണ്ടില്ലായിരുന്നോ? ആ പിന്നെ അതൊക്കെ വെച്ച് അവൻ പഠിച്ചവനൊരു ഒന്നൊന്നര കളക്ടറാവും. അമ്മ കണ്ടോ, അവനെ കമ്പ്യൂട്ടറിന്റെ ബുദ്ധിയാ. അത് പിന്നെ അത്രേ ഉള്ളൂ. സമയമാകുമ്പോഴേ അവൻ കത്തി പറഞ്ഞോളും കേട്ടോ അമ്മേ. അമ്മേ, ഞാൻ കൊണ്ടുവന്ന നാടൻ മുട്ട അവന് പുഴുങ്ങി കൊടുത്തായിരുന്നോ? ആ മോനെ, മുട്ടയും പുഴുങ്ങി കൊടുത്ത് 2 ഏത്തപ്പഴം കൊടുത്തിട്ടുണ്ട്. എങ്കിലല്ലേ അവന് നല്ല ചുറുചുറുക്കും ആരോഗ്യമൊക്കെ കിട്ടുള്ളൂ. മോനെ, നീ ഇത് കണ്ടില്ലേ? രാവിലെ തന്നെ വന്ന് ഇന്നോളും ചൂലും കെട്ടും പിടിച്ചോണ്ട്. അവളോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ മോൻ പോവാൻ നിൽക്കുമ്പോ ചൂലും കെട്ടും പിടിച്ചോണ്ട് മുമ്പിൽ വന്ന് നിക്കരുതെന്ന്. ശകുനക്കേട്. മുത്തേ, പൊന്നു മുത്തേ, അച്ഛൻ മക്കളുടെ വണ്ടി ഒന്നും കൂടെ പുതിയതാക്കി വെച്ചിട്ടുണ്ട്. വണ്ടിക്കൊക്കെ പോണതൊക്കെ കൊള്ളാം, സൂക്ഷിച്ചും കണ്ടും പോണേ മോനെ. ഈ അമ്മ വണ്ടി എടുത്തപ്പോ തൊട്ട് തുടങ്ങിയതാ. എന്റെ മോൻ എല്ലാം അറിയാം. എന്റെ മോൻ സൂക്ഷിച്ചും കണ്ടൊക്കെ പോവുള്ളൂ. അവൻ ഒറ്റ തവണ കേട്ടാ മതി, പിന്നെ അവനത് മനപ്പാടോ. അവൻ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കത്ത് പോലും ഇല്ല. അച്ഛാ, പിന്നൊരു കാര്യമുണ്ട്. എനിക്ക് കോളേജില് ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ട്. അപ്പൊ എനിക്കൊരു 1000 രൂപ വേണമായിരുന്നു. ക്രിക്കറ്റ് കളിക്കണതൊക്കെ കൊള്ളാം. ക്രിക്കറ്റ് കളിക്കുമ്പോ എന്റെ പൊന്നുമോന്റെ നെഞ്ചത്തോ തലയിലൊന്നും കൊള്ളാതെ സൂക്ഷിക്കണേ. എന്ത് വർത്തമാനം അമ്മ പറയണത്? എന്റെ മോന് പന്ത് കൊള്ളാനാ, അവന്റെ ഏറ് വേറെ ആർക്കെങ്കിലും കൊള്ളാതിരുന്നാ മതി. എന്റെ മോൻ നല്ല ഏറുകാരനല്ലേ? നീ പറഞ്ഞത് ശരിയാ. എന്റെ മോനെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തൊന്നുമില്ല. അയ്യോ, അച്ഛന്റെ ചേഞ്ച് ഇല്ലല്ലോടെ മോനെ. 2000-ന്റെ നോട്ടാണല്ലോ കയ്യില്. അത് സാരില്ല, അച്ഛന്റെ മോൻ ഇത് വെച്ചോ, സൂക്ഷിങ്ങാണ്ടൊക്കെ പോണേടാ. ശരി അച്ഛാ, അത് പിന്നെ എന്റെ അടുത്ത് പറയണോ? ഒന്ന് പറഞ്ഞ അച്ഛൻ പറയണ ശരിയാ. അവന്റെ രാജയോഗം, നമ്മള് വെറും പാഴ ജന്മങ്ങൾ. ഞാൻ പോയിട്ട് വരട്ടെ കല്യാണി. ചേച്ചി. അച്ഛാ, ഞാൻ പോയിട്ട് വരാവേ. എടാ നിക്ക്, ഞാനും വരട്ടെ നിന്റെ കൂടെ? വേണ്ട വേണ്ട, എനിക്ക് പോണ വഴിക്കൊരു കൂട്ടുകാരനുണ്ട് എന്റെ കൂടെ. അതെന്താടി നിനക്ക് നടന്നു പോയാ മതി. അവക്ക് ബൈക്കിനെ പോകാൻ പറ്റുള്ളൂ. നിനക്ക് ഒരു കാർ എടുത്ത് തരാം, എന്താ അത് മതിയാവോ?